നിങ്ങൾക്കറിയാം പല ഫണ്ടഡ് അക്കൗണ്ടിലും ന്യൂസ് ട്രേഡിംഗ് അലൗഡ് അല്ല, പലതിലും അലൗഡ് ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഞാൻ ഓൾറെഡി ഫണ്ടിംഗ് പിപ്സിന്റെ ഫണ്ടഡ് അക്കൗണ്ട് ആണ് യൂസ് ചെയ്തത്, അതുകൊണ്ട് കളയും ചെയ്തു. അത് വേറെ കാര്യം. അതിൽ അവർ പറയുന്ന കൺക്ലൂഷൻ ബ്രീച്ച് ആയി എന്ന് തന്നെയാണ്. എനിവേസ് നമുക്ക് വേറെ അക്കൗണ്ട് എടുക്കാനുള്ള ഒരു പ്ലാനിലാണ്. നിങ്ങളപ്പോ ഏതെങ്കിലും അക്കൗണ്ട് നിങ്ങൾക്ക് അറിയാം, അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഫണ്ടിംഗ് ഫേം നിങ്ങൾക്ക് ഗുഡ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും, ഞാൻ അത് റിസർച്ച് ചെയ്തിട്ട് അതൊന്ന് നോക്കി അതെടുക്കാൻ. ഫണ്ടഡ് നെക്സ്റ്റ് എന്റെ ലിസ്റ്റിൽ ഉണ്ട്, നോക്കാം. അപ്പൊ ഫണ്ടിംഗ് ടിപ്സ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ന്യൂസ് ട്രേഡിംഗിന്റെ റൂൾസ് ഉണ്ട്. ഫണ്ടിംഗ് ടിപ്സുകാർ പറയുന്നത് നിങ്ങളിപ്പോ ഒരു ഫേസ് 1 ഫേസ് 2 ആണെങ്കിൽ നിങ്ങൾ ന്യൂസ് ട്രേഡിങ്ങിനെ കുറിച്ച് പേടിക്കേ വേണ്ട, കാരണം ആ സമയത്ത് നിങ്ങൾക്ക് ന്യൂസ് ട്രേഡിംഗ് അലൗഡ് ആണ്. എന്നാൽ നിങ്ങളൊരു മാസ്റ്റർ അക്കൗണ്ട് ആണ് കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ അതിൽ ന്യൂസ് ട്രേഡിംഗ് പ്രോബ്ലം ആണ്. അവിടെ വരുന്ന റൂള്, ഒരു ന്യൂസ് ഫോറസ്റ്റ് ഫാക്ടറിയിലോ മറ്റേ റെഡ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ആ ന്യൂസ് തുടങ്ങുന്നതിന്റെ 5 മിനിറ്റ് ബിഫോറോ 5 മിനിറ്റ് ആഫ്റ്ററോ ഈ ടൈമിൽ നിങ്ങൾക്ക് ട്രേഡ് ഓപ്പൺ ചെയ്യാനോ ക്ലോസ് ചെയ്യാനോ പറ്റില്ല. അങ്ങനെ ആ ഒരു 10 മിനിറ്റ് ടൈം ഫ്രെയിം ഇല്ലേ, ബിഫോർ 5 മിനിറ്റ് ആൻഡ് ആഫ്റ്റർ 5 മിനിറ്റ്, അതിന്റെ ഉള്ളിൽ നിങ്ങൾ എടുക്കുന്ന ട്രേഡ്സ് ഇൻക്ലൂഡഡ് അല്ല, അത് വാലിഡേറ്റ് ചെയ്യില്ല. മേ ബി അക്കൗണ്ട് വയലേഷൻ കിട്ടാനോ അല്ലെങ്കിൽ വാർണിംഗ് കിട്ടാനോ ചാൻസ്. ഇനി നിങ്ങൾ എങ്ങാനും ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്, അത് ന്യൂസ് ടൈമിൽ റണ്ണിംഗ് ആണെങ്കിൽ ആ ട്രേഡ് മസ്റ്റ് ആയിട്ടും 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ ബിഫോർ ഓപ്പൺ ആയിട്ടുള്ള ട്രേഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ന്യൂസ് തുടങ്ങുന്നതിന് മുമ്പ് ട്രേഡ് ക്ലോസ് ചെയ്തിരിക്കണം. എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. പിന്നെ ഞാൻ നെക്സ്റ്റ് ഏത് ഫണ്ടഡ് അക്കൗണ്ട് എടുക്കണമെന്ന് നിങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോ, നോക്കാം.